ഉറൂസ് നബി സല്ലല്ലാഹു അലൈഹി ജീവിതത്തിൽ ഉറൂസിന് തെളിവുണ്ടോ? അങ്ങനെയാണല്ലോ ചിലർ അങ്ങനെയാണല്ലോ സംശയം ചോദിക്കുക. സുബ്ഹാനല്ലാഹ്, ഞാൻ കുറ്റ്യാടിയിൽ മുതഅല്ലിമായ കാലത്ത് വഅദ് കേൾക്കാൻ വേണ്ടി പോയി. പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിലെ മുതഅല്ലിമാണ്. അവിടെ മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് നല്ല യുവാവാണ് അന്നത്തെ കാലത്ത്. ഉസ്താദിന്റെ 2 ദിവസത്തെ വഅദ് കറാമത്തും മജിദത്തുമാണ് വിഷയം. ഞാൻ എൻ്റെ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാരെയും കൂട്ടി ഞങ്ങൾ വഅദ് കേൾക്കാൻ വേണ്ടി ടാക്സിയും കൂട്ടി പോയി. അവിടെ വയലിലിരുന്ന് ഇങ്ങനെ ക്ലാസ് ഉസ്താദിന്റെ പ്രസംഗം കേൾക്കുകയാണ്. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഘോരമായ മഴ വന്നു. കുറ്റ്യാടി ഇന്നത്തെ കുറ്റ്യാടി അല്ല. അന്ന് 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒറ്റ പള്ളിയുമില്ല, ഒരൊറ്റ മദ്രസയുമില്ല. അവിടെയുള്ള ജാറൊക്കെ അടിച്ച് പൊട്ടിച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രദേശമാണ് അന്ന്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുറ്റ്യാടി നിറയെ മുസ്ലിയാന്മാരും തലയെക്കെട്ടുകാരും നിറഞ്ഞു കിടക്കുകയാണ്. അത് സിറാജുൽ ഹുദ അതിന്റെ ശേഷം. ഇത് ഞാൻ പഠിക്കുന്ന കാലത്തുള്ള സംഭവം പറയും. അങ്ങനെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഘോരമായ മഴ വന്നു. മഴ വന്നപ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് ഓടാൻ നോക്കുകയാണ്. ഒരു വയലിലാണ്, മുക്കത്ത് തായ വയലിൽ എന്നാ പറയാ. അവിടെയാണ് സുബ്ഹാനല്ലാഹ്, ഞാൻ ആ ഇരുന്ന സ്ഥലത്ത് അൽഹംദുലില്ലാഹ് ഇപ്പൊ സിറാജുൽ ഹുദന്റെ ഒരു കെട്ടിടമുണ്ട്. അങ്ങനെ അവിടെ വെച്ച് വഅദ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. മഴ പെയ്തു. ആളുകൾ എഴുന്നേറ്റ് ഓടുമ്പോൾ ശൈഖുനാ കാന്തപുരം ഉസ്താദ് പറഞ്ഞു, ഒരൊറ്റ കുട്ടി ഓടണ്ട, മുഹീദ്ദീൻ ശൈഖിന്റെ ബർക്കത്ത് കൊണ്ട് മഴ പെയ്യൂല. എന്റെ നെഞ്ഞിടിക്കുകയായിരുന്നു. കാരണം അഥവാ ഇനി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കൂക്കും കൊണ്ടൊരു കളിയായിരിക്കും ഇവിടെ എന്ന് വിചാരിച്ച് ഞെഞ്ഞിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു മനക്കരുത്താണ്. അങ്ങനെ പറഞ്ഞു. അൽഹംദുലില്ലാഹ് മഴ അങ്ങനെ തന്നെ നീങ്ങിപ്പോയി. പിന്നെ അതിൻ്റെ പരിസരങ്ങളിലൊക്കെ അന്ന് മഴ പെയ്തിട്ടുണ്ട്, അവിടെ മാത്രം പെയ്തിട്ടില്ല. ഇരിക്കട്ടെ, അത് പറയലല്ല എൻ്റെ ലക്ഷ്യം. ഞാൻ പറഞ്ഞു വരുന്നത്, ആ സ്ഥലത്ത് സുബ്ഹാനല്ലാഹ് ലാസ്റ്റ് ഉസ്താദിന്റെ കയ്യിൽ കുറെ ചോദ്യങ്ങൾ ഉസ്താദ് വായിച്ച് മറുപടി പറയാണ്. ആ ചോദ്യത്തിൽ ഒരു ചോദ്യം എന്താണെന്നറിയോ? തലേ ദിവസം ഉസ്താദ് പറഞ്ഞിരുന്നു, ചോദ്യം ചോദിക്കുന്നവൻ പേരും ബാപ്പാന്റെ പേരും എഴുതിക്കൊണ്ട് ചോദിക്കണം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നവരോട് ഇങ്ങനെ അഡ്രസ് ചോദിക്കാൻ പറ്റുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ ഉണ്ടോ, ഹദീസിൽ ഉണ്ടോ എന്നാണ് ചോദ്യം. ഉസ്താദ് വളരെ പുഞ്ചിരിയോടുകൂടി സൗമ്യമായി പറഞ്ഞു, ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംശയം ചോദിക്കാൻ ഹിന്ദ് റളിയല്ലാഹു അൻഹ വന്നു, സൈനബ റളിയല്ലാഹു അൻഹ വന്നു. അങ്ങനെ സൈനബ ബീവിക്ക് ഉള്ളിൽ കയറി സംശയം ചോദിക്കാൻ കഴിയാതെ വാതിൽ തുറക്കുന്നതും പുറത്ത് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നു. അദ്ദേഹത്തോട് 2 സ്ത്രീകൾ, വേറൊരു സ്ത്രീയും കൂടിയുണ്ട്. അങ്ങനെ ആ വന്ന ആളോട് ഇവർ പറഞ്ഞു, നിങ്ങൾ കയറിയാൽ ഇങ്ങനെ സ്ത്രീകൾ പുറത്ത് സംശയം ചോദിക്കാനിരിക്കുന്നുണ്ട് എന്നൊന്ന് പറയണം. ഒന്ന് സൈനബയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പോയി ആ കാര്യം ഉണർത്തി. ഉടനെ റസൂൽ ചോദിച്ചു, അയ്യു സയാനിബി, ഏത് സൈനബയാണ്? ആളെ മനസ്സിലാവണം. അയ്യു സയാനിബി, ഏത് സൈനബയാണ് എന്ന് ചോദിച്ചു. അപ്പൊ ഇന്ന സൈനബയാണ് എന്ന് പറഞ്ഞപ്പോൾ മറുപടി പറഞ്ഞു കൊടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ സംശയം ചോദിക്കുന്നവരോട് അവരെ സംബന്ധിച്ച് അഡ്രസ്സ് ചോദിക്കുന്ന പതിവും ഉണ്ട് എന്ന് ഉസ്താദ് അവറുകൾ അന്ന് മറുപടി പറഞ്ഞത് എനിക്ക് ഓർമ്മയിൽ വരികയാണ്. ഈ സംശയം ചോദിക്കുന്ന ആളുകൾ അങ്ങനെ ഒരു കൂട്ടറുണ്ടല്ലോ, അവരെ ധാരണ അവര് മുങ്കർ നക്കീറും ആലിമീങ്ങളൊക്കെ ഖബറിലുമാണ് എന്നാണ്. അങ്ങനെ ഒരു ധാരണ വേണ്ട. ആലിമീങ്ങളൊക്കെ ഖബറിൽ കിടന്നിട്ട് ഈ സംശയം ചോദിക്കുന്ന പുത്തൻവാദി മാത്രം ഒരു സംശയക്കാരൻ, അങ്ങനെ ഒരു ധാരണയൊന്നും ആർക്കും വേണ്ട. പരിശുദ്ധ ഇസ്ലാമിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആലിമീങ്ങളെ അംഗീകാരത്തോടുകൂടി നടക്കുന്ന ഏത് വിഷയങ്ങളുണ്ടോ അതിന് മുഴുവനും ഖുർആനിലും ഹദീസിലും തെളിവുകളുണ്ട്, യാതൊരു സംശയവും ഇല്ല. സുഹൃത്തുക്കളെ, ഇവിടെ ഇപ്പോൾ ഉറൂസ് നടക്കുക